കാലം തെറ്റിയിറങ്ങിയ ഒരു ഫാന്റസി സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പടത്തിന്റെ പേര് പുലി. ഇപ്പോഴാണിത് ഇറങ്ങിയതെങ്കിൽ ഉറപ്പായിട്ടും ബറോസിനേക്കാളും മുന്നിൽ നിൽക്കേണ്ട പടാണിത്. വൈരനെല്ലൂർ ഗ്രാമത്തിന്റെ രക്ഷകനാണ് മറുധീരൻ. ഗ്രാമത്തിലൊരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ മറുധീരൻ മുന്നിൽ തന്നെ ഉണ്ടാവും. ഇതുപോലെ மருதீரன் இருக்காங்கிற ஒரே காரணத்தினால எப்படியாவது பலவந்தமா என் காலை பிடிச்சு ஒவ்வொரு முறையும் தப்பிச்சிருங்க. இன்னைக்கு காலை பிடிச்சு நாளைக்கு கழுத்தை பிடிப்பேன். ഒന്ന് പോടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറുധീരന്റെ കൂട്ടുകാരി പവിഴമല്ലി പട്ടണത്തിലെ പഠിത്തം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ മറുധീരനെ അയക്കുകയാണ്. நாளைக்கு காலையில அவளை கூட்டிட்டு வந்துறியா? இதுவும் என் கடமைதான்னு சொல்ல வர்றாப்ல இல்லப்பா. ഈ പ്രായത്തിൽ പഠിക്കാൻ പോയിട്ട് ഈ പ്രായത്തിലാണ് ഇവര് തിരിച്ചു വന്നിക്കണത്. അപ്പൊ എന്ത് പഠിക്കാനാണ് ഈ പവിഴമല്ലി പോയത്? പോത്തുപോലെ വളർന്ന മറുധീരനും ഈ പവിഴമല്ലിയും കൂടി കാട്ടിലേക്ക് വിളയാടാൻ പോവുകയാണ്. இப்ப விளையாடுனா நல்லா இருக்கும். A few moments later. உங்களுக்கு குழந்தைங்க இருக்காங்களா? இதுவரைக்கும் இல்ல. நீ ஒத்துழைச்சா സത്യം. അവിടെ വെച്ച് മറുധീരൻ പവിഴമല്ലിയെ പ്രപ്പോസ് ചെയ്യും. അവിടെ വെച്ച് തന്നെ അവരുടെ കല്യാണവും കഴിയും. സോ ഫാസ്റ്റ്. അങ്ങനെ ഇരിക്കുമ്പോ മിസ്സിസ് പവിഴമല്ലിയെ ഈ കഥയിലെ വില്ലന്റെ ടീമായ വേതാളങ്ങൾ ചേർന്ന് കടത്തിക്കൊണ്ട് പോവാണ്. അത് തടുക്കാൻ വന്ന ഗ്രാമത്തലവനായിട്ടുള്ള അയ്യ എന്നയാളെ വേതാളങ്ങളൊക്കെ കൂടി കൊല്ലും. ഇനിയിപ്പോ എന്താണ്ടാവുന്ന അറിയാലോ. പവിഴമല്ലിയെ രക്ഷിക്കാൻ വേണ്ടി മറുധീരൻ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിനു വേണ്ടിയിട്ട് നാട്ടുകാരുടെ കുറച്ച് മോട്ടിവേഷൻ. ஐயா இடத்துல இருந்து இனிமே நீதான் எங்களை வழி நடத்தணும். അതിന് ഈ അയ്യ എന്ത് വഴി നടത്തിയെന്നാണ് ഈ പറയണത്? അല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ஏழைகளா இருக்கிற எங்க கைகளை உயர்த்த வேண்டியது உங்க கடமை தானே ராணிமா. தந்திரத்தால தான் நாம அவங்களை ஜெயிக்க முடியும். நீயும் அதே பாணியில வேதாளங்கள் மாதிரியே தத்ரூபமா வேஷம் போட்டுக்கிட்டு அந்த வேதாள கோட்டைக்கு போய் இதையெல்லாம் சாதிக்கணும். തൊള്ളയോണ്ട് പറയുമ്പോ വേഗം കഴിയും. അതുപോലെയാണോ ചെയ്യുമ്പോ? வெறும் மனித சக்தியை வச்சுக்கிட்டு அவங்களை எப்படி சமாளிக்கிறது? ഓ, ഒന്നും അറിയാത്ത പോലെ. ബാക്കിയുള്ള പടത്തിലേക്ക് ചെയ്യാറില്ലേ? അതുപോലെയൊക്കെ ഇങ്ങോട്ട് ചെയ്താൽ മതിന്ന്. அதுக்கு என்கிட்ட ஒரு தீர்வு இருக்கு. ഇയാളൊക്കെ ഇപ്പൊ എവിടെന്നാ വന്നത്? என்கிட்ட ஒரு தீர்வு இருக்கு. ഇതെന്താ കീ ചെയിനോ? இது சாதாரண மருந்து கிடையாது. இத குடிச்சா ரத்த ஓட்டம் பல மடங்கு அதிகரிக்கும். രക്തയോട്ടൊക്കെ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടിയിട്ട് മനുഷ്യൻ ചത്തുപോയില്ലേ? இதனால உண்டாகிற மண்டைச்சூட்ல வேதாளங்களுக்கு இணையான பலத்தை பெறலாம். நாமளும் அவங்கள மாதிரியே அந்தரத்துல பறக்கலாம், பயங்கரமா சண்டை போடலாம். வேதாளங்களுக்கு இணையான பலத்தை பெறலாம். അപ്പൊ ഈ മരുന്ന് കുടിച്ചാ വേതാളായിട്ട് മാറാൻ പറ്റുന്ന നിനക്ക് അറിയായിരുന്നു അല്ലേ? ഏകദേശം അറിയായിരുന്നു. എന്നിട്ടാണോടോ ഇത് നേരത്തെ എടുക്കാഞ്ഞത്? അത് പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം പറയണോ? അല്ല, വേതാളങ്ങളൊക്കെ അടിച്ചിടാൻ പറ്റിയ പവർഫുൾ ആയ മരുന്ന് ഈ ഗ്രാമത്തിലെ ടോണി സ്റ്റാർക്കിന്റെ കയ്യിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അയാൾ ഇത്രയും കാലം ഇത് പുറത്തെടുത്തില്ല? இப்ப வரைக்கும் நான் கண்டுபிடிச்சிருக்கிற இந்த மருந்து குடி. ഇനി ഈ ശക്തി മരുന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. A few moments later. നിങ്ങളൊക്കെ കൂടി അയാളെ കൊന്നോടാ. வடக்க காங்கினின்னு இன்னொரு வேதாள தேசம் இருக்கு. அங்கிருந்து தான் 5 வருஷத்துக்கு ஒரு முறை மருத்துவ விதைகளை இந்த வேதாள கொண்டைக்கு கொண்டு வருவாங்க. என்ன காரணமோ தெரியல. இப்ப கடைசியா அவங்க வந்து 8 வருஷம். വേതാളങ്ങൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇയാൾക്ക് അറിയാലോ. സർവ്വസാധാരണமான விஷயம். അങ്ങനെ മറുധീരൻ വെപ്പുപല്ലും ലെൻസൊക്കെ വെച്ചിട്ട് അയാളുടെ ടീമിനൊപ്പം പവിഴമല്ലിയെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ മഷി പോലെയുള്ള സാധനം കണ്ണിലൊഴിച്ചപ്പോ അത് ലെൻസായിട്ട് മാറി. ശരിക്കും ഇതേപോലത്തെ ഒരു സാധനം എടുത്ത് കണ്ണിലൊഴിച്ചാണ്ടല്ലോ, ഇതായിരിക്കും അവസ്ഥ. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ഗളിവേഴ്സ് ട്രാവലൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള സംവിധായകൻ. ഇയാള് പവിഴമല്ലിയെ അന്വേഷിച്ചു വന്നത് തന്നെ ആണോ? കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലേ? கோட்டைக்குள்ள போயிட்டு வெளியே வர்ற வழியை அவரை தவிர வேற யாரும் சரியா சொல்ல முடியாது. അങ്ങനെ ഈ ആമ വേതാളക്കോട്ടയിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പാറക്കല്ലെടുത്ത് കുഴിയിലേക്ക് ഇട്ടാ അവിടെ പാലം വരും. അതൊക്കെ ശരി, പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലെ ബീജിയം അല്ലേ?
മനുഷ്യനല്ലേ പുള്ളേ. റോളക്സ് ഒക്കെ മുന്നേ വഴി കൂടെ പോയിണ്ട് തോന്നുന്നു. സിമ്പല് കണ്ടില്ലേ? ഇല ചുരുട്ടി പീപ്പി ആക്കിയിട്ട് ഊതിയ തവള വഴി കാട്ടുത്രേ. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. ഈ തവളയെ നക്കണം, എന്നാലേ മൂപ്പര് വഴി പറയൂത്രേ. ഡോറ പോലും ഇത്രയും തരം താന്നിട്ടില്ല. ഇനി കരിമ്പുലിയായിട്ടൊരു ഫൈറ്റ്. അങ്ങനെ എങ്ങനെയൊക്കെയോ വേതാളക്കോട്ടയിൽ എത്തിയപ്പോ അവിടെ റാണിയുടെ മാജിക് ഷോ. ലോകത്തെ പല പല മജീഷ്യന്മാരും പരീക്ഷിച്ച് പരാജയപ്പെട്ട വാനിഷിംഗ് ബ്യൂട്ടി ഉച്ചസുന്ദരി വേദിയിലേക്ക് മന്ദം മന്ദം കടന്നു വരികയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. யார் இவங்க இங்க? ഇനി ഒരു ഡാൻസ് ആവാം. It's time for Africa. I will have a journey, biggie biggie mama, one A to Z. Party, waka waka my waka waka my അങ്ങനെ പവിഴമല്ലിയെ തേടി വന്ന മറുതീരൻ പാട്ടുകൂത്തുമായിട്ട് അവിടെ തന്നെ കൂടി. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല. എന്തൊക്കെയാണ് നടക്കുന്നേ? ഇതിന്റെ ഇടയ്ക്ക് ഈ മറുതീരൻ ശരിക്കും വേതാളം തന്നെയാണെന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുകയാണ്. ഇയാളുടെ അച്ഛൻ പണ്ടത്തെ വലിയൊരു മെയിൻ പുലിയായിരുന്നു. പേര് പുലിവേന്തൻ. വേതാളങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അയാൾ വിഷം കുടിച്ച് മരിക്കുകയായിരുന്നു. പുലിവേന്തന് ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ ബുദ്ധി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാളുടെ വൈഫും പടാവുകയാണ്. ആവശ്യമില്ലാത്തതൊക്കെ കുടിച്ചു കയറ്റിട്ട് ഇനി പുഷ്പേനെ വിളിച്ചിട്ട് എന്താ കാര്യം? 5 മിനിറ്റ് മുമ്പ് വിളിക്കണ്ടായിരുന്നു. ജീവന്റെ കാര്യമല്ലേ. അവസാനം മറുതീരൻ ഇയാളെ കൊന്ന് പവിഴമല്ലിയെ രക്ഷിക്കും. എന്നിട്ട് അവിടുത്തെ വേതാളങ്ങളുടെ രാജാവാകും. ഇത് കുട്ടികൾക്ക് വേണ്ടി എടുത്ത പടാണെന്നൊക്കെയാണ് പറയണത്. കുട്ടികൾക്ക് വേണ്ടി എടുത്തതൊക്കെ ആണ്. എന്നാലും ഇത് കുട്ടികൾക്ക് വേണ്ടി എടുത്ത പടം അല്ലേ? ഫാന്റസി പടം എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അതിന് മിനിമം കൊച്ചു ടിവിയിൽ വരുന്ന കാർട്ടൂണിന്റെ നിലവാരെങ്കിലും ഉണ്ടാവണം. തുപ്പാക്കിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഈ അപരാധം, അത് ഓർക്കണം. പടം ഇറങ്ങിയപ്പോ ഈ തവളയെ നക്കിയ ആളുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസർക്കും. 130 കോടി.